നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. ഹലോ ഭാമേച്ചി, ഇതിപ്പോ ആകെ പ്രശ്നമാവുന്ന തോന്നുന്നു. എന്തു പറ്റി ഭാമേച്ചി? അബി ഇപ്പോ മദ്യപാനം തുടങ്ങിയിട്ടുണ്ടെന്ന്. ഈശ്വര, ഭാമേച്ചിയുടെ ആര് പറഞ്ഞു? സേതുവേട്ടനും രമേശേട്ടനും നേരിട്ട് കണ്ടതാ. അബിയെ സേതുവേട്ടൻ വിളിച്ചു, പക്ഷെ വന്നില്ല. ഭാമേച്ചി ഒന്ന് വിളിച്ചു നോക്കാത്തെന്താ? ഞാൻ വിളിച്ചു മോളെ, ബെല്ലടിക്കുന്നുണ്ട്, പക്ഷെ ഫോൺ എടുക്കുന്നില്ല. അപ്പൊ സ്വയം നശിക്കാനായിരിക്കും അഭിയേട്ടന്റെ തീരുമാനം. ഇല്ല അരുന്ധതി, അതിന് ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. ഞാൻ പോയി അബിയെ കൊണ്ടുവരും. അത് വേണ്ട ഭാമേച്ചി, ഈ അവസ്ഥയിൽ ഭാമേച്ചി പുറത്തേക്ക് പോകണ്ട. അത് അഭിയേട്ടൻ അമ്മയോടുള്ള വാശി തീർക്കുന്നതാ. അതിനിങ്ങനെ സ്വയം നശിക്കണോ? മദ്യപാനം ശീലമാക്കിയാലുള്ള അവസ്ഥ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത്രമാത്രം സേതുവേട്ടനിലൂടെ ഞങ്ങളത് അനുഭവിച്ചതാ. ഇത് ശരിക്കും അമ്മ വേണം കാണാൻ, എന്നാലേ പഠിക്കൂ. അരുന്ധതി, നമ്മൾ ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇതിങ്ങനെ കണ്ടില്ലെന്ന് വെക്കാൻ പറ്റില്ല. ഉടനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അതിന് ഒറ്റ വഴിയുള്ളൂ ഭാമേച്ചി. സേതുവേട്ടനോ ആന്റിയോ തന്നെ വിചാരിക്കണം, അല്ലാതെ മറ്റാർക്കും നിങ്ങളുടെ അത്ര വിഷമമൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ ആരും ഒന്നിനും ഇടപെടില്ല എന്നുള്ള ധൈര്യത്തിലാ അഭിയേട്ടൻ ഇങ്ങനൊരു ശീലം തുടങ്ങിയിരിക്കുന്നത്. ഭാവനേശിക്ക് പറ്റാത്ത സ്ഥിതിക്ക് അഭിയേട്ടനോട് സേതുവേട്ടനോ ആന്റിയോ തന്നെ സംസാരിക്കണം. നമുക്ക് അച്ഛനോട് പറഞ്ഞാലോ? അയ്യോ, അത് വേണ്ട ഭാമേച്ചി. അച്ഛന്റെ മനസ്സിന് ഇതൊന്നും താങ്ങാനുള്ള കരുത്തും ഉണ്ടാവില്ല. വെറുതെ എന്തിനാ അച്ഛനെ വിഷമിപ്പിക്കുന്നത്? ഭാമേച്ചി സേതുവേട്ടനോട് തന്നെ പറഞ്ഞാൽ മതി. എങ്ങനെയെങ്കിലും അഭിയേട്ടനെ പറഞ്ഞ് മനസ്സിലാക്കി അവിടേക്ക് കൊണ്ടുവരാൻ പറയും. അതിന് അബി വരൂ അരുന്ധതി? വരും ഭാമേച്ചി. ഇപ്പോ രണ്ട് കൈയും വിട്ട് നിൽക്കുന്ന അവസ്ഥ അഭിയേട്ടന്. ഒന്ന് ശ്രമിച്ചാ ചിലപ്പോ അഭിയേട്ടൻ ഭാമേച്ചിയുടെ അടുത്തേക്ക് തന്നെ വരും. എന്നാ ഞാനൊന്ന് പറഞ്ഞു നോക്കാം. ഭാമേച്ചി ധൈര്യമായിട്ടിരിക്കെ, എല്ലാം ശരിയാവും. നീ പറഞ്ഞിട്ടാ ജേ ഞാൻ എന്റെ മോളെ നിർബന്ധിച്ച് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. അതിനിപ്പോ എന്താ ഏട്ടാ? അവളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു ടെൻഷനും വേണ്ട. ഈ ടെൻഷൻ വേണ്ട ടെൻഷൻ വേണ്ട എന്നൊക്കെ നീ പറയും, പക്ഷെ ഞങ്ങളുടെ ടെൻഷൻ ഞങ്ങൾക്കല്ലേ അറിയാവൂ. ജേ, ഞങ്ങൾ പറഞ്ഞില്ലേ, മാനസയ്ക്ക് അവിടെ വലിയൊരു കമ്പനിയിൽ ജോലി റെഡിയായതായിരുന്നു. അപ്പോഴാ നീ ഞങ്ങളെ വിളിക്കുന്നത്. എന്താ ഏട്ടത്തി ഇത്? എത്ര വലിയ കമ്പനിയിൽ ജോലി ചെയ്താലും മാക്സിമം എത്ര രൂപയാ സാലറി കിട്ടുന്നത്? കൂടിയ 1 ലക്ഷം രൂപ, അല്ലെങ്കിൽ 1.5 ലക്ഷം രൂപ. അതിൽ കൂടുതൽ കിട്ടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പക്ഷെ ഇവിടെ ഞാൻ അവൾക്ക് നൽകാൻ പോകുന്ന ജോലി എന്താന്ന് നിങ്ങൾക്കറിയോ? സൂര്യയുടെ ഭാര്യ പദവിയ. മാനസ സൂര്യയുടെ ഭാര്യയായ പിന്നെ ഒരു കമ്പനി തന്നെ മാനസയ്ക്ക് സ്വന്തമാവും, അറിയോ? ഓ, നീ ഇങ്ങനെ കൊതിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല ജേ. ഇതൊക്കെ നടക്കുമെന്നാ എന്റെ പേടി. നടക്കൂ ഏട്ടാ, ഞാനല്ലേ നിങ്ങൾക്ക് വാക്ക് തരുന്നത്. പക്ഷേ ജയ, അത് സൂര്യൻ കൂടെ തയ്യാറാവണ്ടേ? അതാ ഞങ്ങളുടെ സംശയം. നിങ്ങൾക്ക് രണ്ടാൾക്കും മാനസ മോളുടെ അത്ര ബുദ്ധി പോലും ഇല്ലല്ലോ ഏട്ടത്തി. എടി, അതെങ്ങനെ കാണും? ഞങ്ങളുടെ രണ്ടുപേരുടെയും ബുദ്ധിയല്ലേ അവക്ക് വീതം വെച്ച് കൊടുത്തിരിക്കുന്നത്. ഈ തമാശക്ക് മാത്രം ഒരു കുറവും ഇല്ല. എടി ജയ, ഞങ്ങൾ ഈ പറഞ്ഞു ഒന്നും തമാശയായിട്ട് കണ്ടു കളയരുത്, അറിയാവല്ലോ. ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിലാ ഞങ്ങള്. എന്റെ ഏട്ടാ, ഏട്ടന്റെ ഏത് പ്രശ്നവും ഞാൻ പരിഹരിച്ചു തരും. എന്നെ ഒന്ന് വിശ്വസിക്ക്. എടി, എനിക്ക് നിന്നെ വിശ്വാസക്കുറവൊന്നുമില്ല. എന്റെ വിഷമം പറഞ്ഞെന്നേ ഉള്ളൂ. ലക്ഷണം കണ്ടിട്ട് ഭാവനയുടെ സ്ഥിരം ഹോം നേഴ്സായി എന്റെ മോള് മാറുമോന്നാ എന്റെ പേടി. അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ ഏട്ടാ. മാനസയ്ക്ക് എങ്ങനെ നിൽക്കണോന്നറിയാം. അതാ അവളുടെ മിടുക്ക്. ഞങ്ങളിങ്ങനെ പറഞ്ഞെന്ന് കരുതി നീ വിഷമിക്കൊന്നും വേണ്ട. മാനസയ്ക്ക് പ്രായം കൂടി വരികയാണല്ലോ, അതിന്റെ ഒരു ടെൻഷനും ഞങ്ങൾക്കുണ്ട്. പിന്നെ അയ്യോ, ദൈവട്ടം വരുന്നുണ്ട്. നമുക്ക് ഈ വിഷയം അങ്ങ് വിടാം. എന്തായാലും വന്നില്ലേ ഏട്ടാ, ഇനിയിപ്പോ ഇവിടെ തന്നെ താമസിക്കാം. വേറെ വീടൊന്നും വാടകയ്ക്ക് എടുക്കാൻ നിക്കണ്ട. അത് വേണോ ജേ? അത് എല്ലാവർക്കും കുറച്ച് പ്രൈവസി ഒക്കെ വേണ്ടേ?
അല്ല എന്താ ഇവിടെ ഒരു ചർച്ച? അല്ല ദേവേട്ടാ, ഇവർക്കിപ്പോ വേറൊരു വീട് വാടകയ്ക്ക് എടുത്ത് പോണോന്നാ പറയുന്നേ. ഞാൻ പറഞ്ഞു തൽക്കാലം ഇവിടെ താമസിച്ചാ പോരേന്ന്. ഇക്കാര്യത്തിൽ ഞാൻ അജയന്റെ ഭാഗത്തെ നിൽക്കും. ഇവർക്കും വേണ്ടേ കുറച്ചൊക്കെ പ്രൈവസി. ചേടാ, ഇതിപ്പോ പണിയായെന്നാണല്ലോ തോന്നുന്നത്. പിന്നെ ജയ്, നീയായിട്ട് ഇവരെ തടയാൻ നിൽക്കണട്ടോ. ആഹാ, അതൊന്നും പറ്റില്ല ദേവേട്ട. ഞാൻ ഇവിടെ ഉള്ളപ്പോ എന്റെ ഏട്ടൻ വാടക വീട്ടിൽ കിടക്കുന്നത് എനിക്ക് നാണക്കേടല്ലേ? ആണോ? എന്നാ പിന്നെ ഞാൻ വിട്ടു. എന്താന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ തീരുമാനിക്കേ. ആ, എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുക്കാം. നല്ല വിശപ്പ്. എന്നാ എനിക്കും കൂടെ എടുത്തോ ജേ. മച്ചമ്പിക്ക് ഒരു കമ്പനി ആവുമല്ലോ. എന്നാ ഏട്ടനും വാ, ഞാൻ ഭക്ഷണം എടുക്കാം. അയ്യോ, എപ്പ വന്നെന്ന് ചോദിച്ചാ പോരെ. എവിടെ പോകുന്നു? എപ്പോഴും ഇങ്ങനെ തിന്നുന്നത് കൊണ്ടാ നിങ്ങൾക്ക് കൊളസ്ട്രോൾ കുറയാത്തത്. ഇടി, ഇതൊക്കെ ജീവിച്ചിരിക്കുമ്പോഴേ തിന്നാൻ പറ്റത്തുള്ളൂ ഭാര്യയെ. മാനസ നല്ല മോളാ. പക്ഷേ നിന്റെ അങ്കിള് മാൻഡി മാത്രം നല്ല ക്യാരക്ടറല്ല. അറിയാലോ, നമ്മുടെ കമ്പനിയിൽ കണക്ക് വെട്ടിച്ചതിനാ നിന്റെ അങ്കിളിനെ ഇവിടെ നിന്ന് പുറത്താക്കി. എന്നിട്ട് ഇപ്പോ ഒരു സുപ്രഭാതത്തിലെല്ലാം മറന്ന് ഏട്ടനെയും കുടുംബത്തിനെയും ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. പോട്ടേച്ച, അന്യരൊന്നും അല്ലല്ലോ. നമുക്കല്ലേ അങ്കിളിനോട് ക്ഷമിക്കാനും സഹിക്കാനൊക്കെ പറ്റൂ. ഇനിയിപ്പോ അങ്ങനെയൊന്നും ഉണ്ടാവാൻ നോക്കിയാ പോരെ? ഒന്നുമില്ല, ഞാനിതെല്ലാം നിന്നൊന്ന് ഓർമ്മപ്പെടുത്തിയേ ഉള്ളൂ. അല്ലാതെ നാളെ തന്നെ അവരിവിടുന്ന് പറഞ്ഞു വിടാൻ വേണ്ടിയല്ല. ഭാവനയെ മനസ്സ് നല്ലതുപോലെ നോക്കുന്നുണ്ടച്ച. സത്യം പറഞ്ഞ ഞാൻ ഒരിക്കലും ഇത്രയും പ്രതീക്ഷിച്ചില്ല. അതൊക്കെ ഞാനും ശ്രദ്ധിക്കുന്നുണ്ട്. നീ ഇവിടെ ഇല്ലാത്തപ്പോ ഞാൻ മനസ്സേയും നിന്റെ അമ്മയും ശ്രദ്ധിക്കാറുണ്ട്. ഇതുവരെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെയൊന്നും ചിന്തിക്കാതിരുന്ന അമ്മയ്ക്ക് തന്നെ കൊള്ളാച്ച. ഭാവനയോട് ചെയ്തൊക്കെ എനിക്കറിയില്ലെന്ന ഭാവനയും കരുതിയിരിക്കുന്നത്. തൽക്കാലം ഞാനെല്ലാം ക്ഷമിച്ചതാ. അമ്മയായി പോയില്ലേ. മാനസ ഇവിടേക്ക് വന്നപ്പോ എനിക്കും ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചാ. അമ്മയുടെ ക്യാരക്ടർ നമുക്കല്ലേ അറിയൂ. പക്ഷെ പിന്നീടാണ് മാനസയുടെ മനസ്സിൽ അങ്ങനെയുള്ള ചിന്തകളൊന്നും ഇല്ലാന്ന് മനസ്സിലായത്. അങ്ങനെയാടാ, ചില മക്കൾക്ക് അച്ഛനമ്മമാരുടെ സ്വഭാവം കിട്ടില്ല. മാനസിക അങ്ങനെ രണ്ടുപേരുടെയും സ്വഭാവം കിട്ടിയിട്ടില്ല. ഓ, അപ്പോ എനിക്കിവിടെ ഗുഡ് സർട്ടിഫിക്കറ്റ് ആണല്ലോ. താങ്ക്സ് അങ്കിൾ. താങ്ക് യു സൂര്യ. ഈ ഗുഡ് സർട്ടിഫിക്കറ്റ് എന്തായാലും ഞാൻ നഷ്ടപ്പെടുത്തില്ല. നല്ലതുപോലെ തന്നെ ഉപയോഗിക്കും. അതിരിക്കട്ടെ. ഇനി എന്താ നിന്റെ തീരുമാനം? ഭാവനയെ ആയുർവേദത്തിൽ കാണിക്കാനുള്ള നിന്റെ തീരുമാനം എന്തായി? ഞാൻ അർജുനെ കണ്ടിരുന്നു വെച്ചാ. സൂര്യപ്രഭയിലെ സ്വാമിയോട് അവൻ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ, അവിടെ കൊള്ളാം. അർജുനന്റെ ആന്റിയെ തിരിച്ചു കിട്ടിയത് അവിടെ നിന്നാണല്ലോ. അതെ അച്ഛാ. അരുണിമ ആന്റിയെ രക്ഷപ്പെടുത്തിയ സ്ഥാപനമല്ലേ സൂര്യപ്രഭ. ഉറപ്പായിട്ടും ഭാവനയെ രക്ഷപ്പെടുത്താനും അവിടുത്തെ സ്വാമിമാരെ കൊണ്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ നീ അർജുനോടൊന്ന് വരാൻ പറ. അർജുൻ ഇപ്പം വരാൻ പറ്റുന്നൊരവസ്ഥയിലല്ല അച്ഛാ. അവനെല്ലാം സ്വാമിയോട് പറഞ്ഞിട്ടുണ്ട്. മിക്കവാറും സ്വാമിയെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ അതിനുള്ള സഹായം അർജുൻ ചെയ്തുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതായിരിക്കും കൂടുതൽ സൗകര്യം. സ്വാമി ആദ്യം ഭാവനയൊന്ന് കാണട്ടെ. സ്വാമി ഏറ്റുകഴിഞ്ഞാൽ പിന്നെ പേടിക്കണ്ട. എന്റെ മനസ്സ് പറയുന്നത് ഭാവനയ്ക്ക് സൂര്യപ്രഭയിലൂടെ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവാതിരിക്കുന്നു. അതെ അച്ഛാ, എന്റെയും പ്രതീക്ഷ അത് തന്നെയാണ്. നീ ധൈര്യമായിട്ടിരിക്കെ, എല്ലാം ശരിയാവും.